നമുക്ക് അതിന്റെ ആവശ്യത്തിനായി നിങ്ങൾക്ക് എരിവരിക്കുള്ളതല്ല. നമുക്ക് വിഷയങ്ങൾ സമകാല വിഷയങ്ങൾ ഇല്ല, വിഷയം പറയാനായിട്ട് തനിക്കൊരു താല്പര്യവും ഇല്ല, വിഷയം അറിയാനും താല്പര്യമില്ല. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞാൽ മതി, ചെയ്തോ. ഞാനത് പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് ഇയാൾക്ക് എന്നെക്കാളും ആ വിഷയങ്ങൾ അറിയുന്നുണ്ട്. ആ വിഷയം നാട്ടുകാരോട് ഇയാൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തിനാടോ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം? അയാൾക്ക് അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ പോരെ, ഞാൻ എന്തിനാടോ ഉണ്ടെന്ന്. ഇത് അറിവിന്റെ മാത്രമല്ല, തന്റെ അറിവ് പറഞ്ഞാൽ മതി. തനിക്ക് എന്നെക്കാളും കൂടുതൽ ആ വിഷയത്തിൽ അറിവുണ്ട്. ഇത് കൃത്യമായിട്ട് എന്നുള്ള രീതിയിലേക്ക് നേരത്തെ പറഞ്ഞു. ഒരു നമുക്ക് വിഷയം വിടാം. വിഷയം ഇടുന്ന പ്രശ്നമല്ല, ഏത് വിഷയം എടുത്താലും ഇയാൾ ഇങ്ങനെ തന്നെ ആവും. എന്ത് വിഷയത്തിനെ പറ്റി? പ്രത്യേകിച്ച് അഖിൽമാരൊക്കെ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു, വേടന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് മുതലെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അഭിനയിച്ച് കാലുവാരുന്നവരും സപ്പോർട്ട് കൊടുത്ത് കാലുവാരുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. അതൊന്നും വേടന് ഉത്തരവാദിത്വം. വേടൻ അയാളുടെ പാട്ടുകൊണ്ട് എഴുതുന്ന വരികളിനകത്ത് അയാളെ കുറിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് 2014 തൊട്ട് ഇന്ത്യയിലെ ഈ സോഷ്യൽ മീഡിയ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചതാണ് RS. അങ്ങനെയാണ് മോദിയൊക്കെ ഉണ്ടായത്. സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഫേക്ക് ID ഉണ്ടാക്കാൻ പറ്റും, ഗ്രൂപ്പ് രൂപപ്പെടുത്താൻ പറ്റും, ആരാണെന്നറിയാതെ സംസാരിക്കാം, എന്തും പറയാം. ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് ഇയാളടുത്ത് വഴക്കിടുന്നതും വെള്ളം വെക്കുന്നതും ആയാലും അത് ഓൺ ചെയ്ത് നിൽക്കുന്നിടത്തല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാനൊരു ക്യാമറയുടെ മുന്നിലാണല്ലോ ഉണ്ട്. അങ്ങനെ അല്ലാതെ ഒളിച്ചിരിക്കാൻ പറ്റുന്നവന്മാർ മുഴുവനും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ. നല്ല തെറിയില്ലായ്മയാണ്. നമ്മൾ ഈ ലൈംഗികമായ കാര്യമാണ് തെറിയായി പോയത്, അല്ലാതെ ഒന്നുമില്ല. ഒരാളെ ആക്ഷേപിക്കേണ്ട ആവശ്യം ഉണ്ടാകും, പക്ഷെ ആക്ഷേപിക്കാൻ കൊള്ളാവുന്ന സംസ്കാരപരമായ ഒരു വാക്കില്ല എന്നുള്ളൊരു പ്രശ്നം. ഇന്ത്യയിൽ ജനാധിപത്യമായതുകൊണ്ട് പൗരബോധമുള്ള ആൾ രാഷ്ട്രീയക്കാരനാണെന്ന് അറിയുന്ന അറിവ് കൊണ്ട് പറയുന്ന രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയമല്ല. ഇന്ന് കക്ഷി രാഷ്ട്രീയമല്ല, അല്ലാതെ രാഷ്ട്രീയ പാർട്ടി എന്നെ സമീപിക്കാനൊന്നും അവർക്ക് കുളിരും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പനിയും കുളിരും വരും എന്നെ അങ്ങനെ സമീപിക്കാനായിട്ട് അവർക്ക് ആലോചിക്കാൻ ഒക്കത്തില്ല. കഴിഞ്ഞിടും. അത് നമ്മൾ തമ്മിൽ പിണക്കൊന്നുമല്ല. ഈ പണിക്ക് തന്നെ കൊള്ളത്തില്ല. ഇത് പറഞ്ഞ വിഷയം എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാൻ ബാധിച്ചിട്ടാണ്, അത്രേ ഉള്ളൂ. വളരെ വിശദമായിട്ട് പറയാം, പക്ഷെ അതല്ല എനിക്ക് അജണ്ട ഉള്ള അജണ്ട ഒന്നുമില്ല. പറയരുത്, ഇനി സബ് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ പോവാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിണങ്ങിയിട്ടൊന്നും അല്ല, പ്രയോജനരഹിതമായി ഞാൻ മിണ്ടാനായിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് വെറുതെ പണിയെടുപ്പിക്കാതെ തന്നെ. അതായത് കൃത്യമായിട്ട് ഒരു ദിവസം 2-3 പേരാണ് മിണ്ടുന്നത്. അത് ഈ ഉപയോഗശൂന്യമായി എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ഇല്ല, നമുക്ക് ഷോർട്ട് ആയിട്ട് പോവാം. ഇല്ല, ഒരു ഷോർട്ട്നെസ്സും ഇല്ലടോ. ഞാൻ ഈ ആളിനെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കാമെങ്കിൽ ഞാൻ എടുക്കാം. ഇത് അത് മതി, അത് മതി. നമുക്ക് ആവശ്യത്തിനായി നിങ്ങൾക്ക് എരിവരിക്കുള്ളതല്ല. നമുക്ക് വിഷയങ്ങൾ സമകാല വിഷയങ്ങൾ ഇല്ല, വിഷയം പറയാനായിട്ട് തനിക്കൊരു താല്പര്യവും ഇല്ല, വിഷയം അറിയാനും താല്പര്യമില്ല. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞാൽ മതി, ചെയ്തോ. ഞാനത് പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് ഇയാൾക്ക് എന്നെക്കാളും ആ വിഷയങ്ങൾ അറിയുന്നുണ്ട്. ആ വിഷയം നാട്ടുകാരോട് ഇയാൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തിനാടോ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം? അത് ഇനി സബ് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ നമുക്ക് പോവാം. ഇയാൾ സബ് ക്വസ്റ്റ്യൻ ഇല്ലാതെ വേണ്ട. ഇയാൾ എനിക്ക് ലീനിയന്റ് ആയി എന്നോട് പെരുമാറുന്ന പോലെ പറയാതെ, അതായത് ഇയാൾ അങ്ങനെ ചെയ്യാതെ, അങ്ങനെ പേട്രണൈസ് ചെയ്യാതെ, ഇത്രയധികം ഞാൻ ബഹളം വെച്ചില്ലേ. ഞാൻ പറഞ്ഞില്ല, എന്നെ ഇങ്ങനെ ഞാൻ ഈ പിടിച്ചിരുത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇരിക്കുന്നേ. അത് അത്രയും മനസ്സിലാക്കണം. ഞാൻ ഇത് ചെയ്യുന്ന ഒരു കൂളിന്റെ പ്രശ്നമല്ല, പ്രയോജനരഹിതം. എനിക്കിപ്പോ ഞാൻ ഒരു 100 പേരോട് സംസാരിക്കുന്നതാണ് ഒരു ദിവസം. അത്രയും പേരോട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് പ്രയോജനമുള്ള പണി ചെയ്യരുതോ? പ്രയോജനരഹിതമായിട്ട് ഞാൻ എന്തിനാണ് മിണ്ടുന്നത്? അയാൾക്ക് അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ പോരെ, ഞാൻ എന്തിനോട് മിണ്ടുന്നത്? ഇത് അറിവിന്റെ മാത്രമല്ല, തന്റെ അറിവ് പറഞ്ഞാൽ മതി. തനിക്ക് എന്നെക്കാളും കൂടുതൽ ആ വിഷയത്തിൽ അറിവുണ്ട്, കണക്കുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കുക, നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഇത് അങ്ങനെയല്ല, ഇത് കൃത്യമായിട്ട് എന്നുള്ള രീതിയിലേക്ക് നേരത്തെ പറഞ്ഞു. നമുക്ക് വിഷയം വിടാം. വിഷയം ഇടുന്ന പ്രശ്നമല്ല, ഏത് വിഷയം എടുത്താലും ഇയാൾ ഇങ്ങനെ തന്നെ ആവും. എന്ത് വിഷയത്തിനെ പറ്റി? അതുകൊണ്ടല്ല അത് പറയുന്നത്. എന്തിനാണ് ഈ പണിയെടുക്കുന്നതെന്നുള്ള പറ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, തന്റെ അജണ്ട എന്താ? അല്ല, ഇതിൽ അജണ്ട ഒന്നുമില്ല. അജണ്ട ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആവശ്യത്തിന് എരിവരിയായി. ഒരു കാര്യവും ഈ വിഷയത്തിനകത്ത് ഈ വിഷയം പറയാനായിട്ട് യാതൊരു വിഷയ വികാസവും നടക്കുന്നതിന് പകരം നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടാണ് വിഷയം എന്നെ കൊണ്ട് എന്തിനാ പറയുന്നത്? താൻ അത് അവരോട് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറയാം, വളരെ ചുരുക്ക വാക്കുകളിൽ. അതായത് മൈത്രേയൻ പറയുന്ന ഭാഷ
അപ്പൊ പറയുന്ന സമയത്ത് എന്നുള്ള രീതിയിലേക്ക് അങ്ങനല്ലത്. ഇയാളത് ഇത് പറയണ്ട്, ഒരാള് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം എന്തിനാണെന്നുള്ളത് അതിന്റെ ഉന്നമുണ്ട്. ആ ഉന്നമൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. നമുക്ക് അത് വിടാം, ആ ചർച്ചകൾ വിടാം, അത് വിടാം. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ പൊതു അഭിപ്രായങ്ങളിൽ പൊതുവായിട്ട് ഇപ്പൊ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ചർച്ചകൾ സജീവമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരുപക്ഷെ വിഷയത്തെ പറ്റി അല്ലെങ്കിൽ പിന്നെ വ്യക്തികളെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് വന്ന് സമകാലികമായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു വേടനുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത്തരത്തിൽ വളരെ ശക്തമായിട്ട് വേടനെ കുറിച്ചും വരികളെ കുറിച്ചിട്ടും മൈത്രേയൻ പറയുന്ന കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഒരു യോജിപ്പ് അല്ലെങ്കിൽ ആ വരികളിൽ അത്രത്തോളം ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ബാലചന്ദ്ര ചുള്ളിക്കാട് പോലെ എഴുതുന്ന വരികളോളം തന്നെ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നു പറയുന്നുണ്ട്. ഈ പിൽക്കാലത്ത് ഒരു കലാകാരൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചേരുവകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേർതിരിവുള്ള സംസാരങ്ങൾ രണ്ട് ദിശയ്ക്ക് നടക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെ നോക്കി കാണുന്നു ശരിക്കും ഒരു കലാകാരൻ ആ കലാകാരന്റെ രാഷ്ട്രീയം വരികളിലൂടെ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ പറയുന്നതിനോട്? ഇവിടുത്തെ ജാതിവാദികളാണ് വേടനെതിരെ, വേറെ ഒന്നുമില്ല. ജാതിവാദികളാണ്. ആരുടെ പേരിന്റെ പുറകിലാണ് അവരുടെ ജാതി പേര് വെച്ചിട്ടുള്ളവർ ആണ് അതിനെ എതിർക്കുന്നത്. പേരെടുത്ത് കളഞ്ഞിട്ട് ഇവിടുത്തെ ഇടതുപക്ഷക്കാരായിട്ട് നിൽക്കുന്നവരോ വലതുപക്ഷക്കാരായിട്ട് നിൽക്കുന്നവരോ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നവരും എതിർക്കുന്നുണ്ട്. ഈ എന്താ പറയുക, കോളനികളില്ലേ, ലക്ഷം വീട് കോളനികൾ ഉണ്ടാക്കിയ ഇടതുപക്ഷമില്ലേ, ഇടതുപക്ഷത്തിൽ എല്ലാവരും അങ്ങനെയാണെന്നുള്ള നിലപാടൊന്നുമില്ല. ഞാനും ഇടതുപക്ഷക്കാരനായിട്ടായിരുന്നു ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ കൺഫ്യൂഷനൊന്നുമില്ല. പക്ഷെ ഒരു വിഭാഗമുണ്ട്, ആ ലക്ഷം വീട് കോളനി ഉണ്ടാക്കാനായിട്ട് പോയ ഒരു വിഭാഗമുണ്ട്. അവരും ഇവിടുത്തെ ജാതി നിലനിൽക്കുന്നത് കഴിഞ്ഞാൽ മാട്രിമോണിയൽ കോളങ്ങൾ മനോരമയ്ക്കകത്തോ മാതൃഭൂമിക്കകത്തൊക്കെ നായർ മാട്രിമോണിയും ഈഴവ മാട്രിമോണിയും ബ്രാഹ്മണ മാട്രിമോണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകളാണ് യഥാർത്ഥത്തിൽ ജാതിവാദികൾ. ആ ആളുകളാണ് വേടനെ എതിർക്കുന്നത്. ശരി, രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഈ രാഷ്ട്രീയമായി മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ ആര് എന്ത് എന്നൊക്കെ പറയാം. ഇപ്പോ കൃത്യമായിട്ട് വേടന്റെ വരികൾ എന്നുള്ള രീതിയിലേക്ക് പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിൽ ഒരു പക്ഷം ചേരുമ്പോൾ അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് താഴ്ന്ന ജാതിയുള്ളവരെ അതിനെ കരുക്കളാക്കിയിട്ട് അല്ലെങ്കിൽ വേടനെ അതിനെ മുൻനിർത്തി അതിന്റെ മുഖമായിട്ട് മാറ്റിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പറ്റി വരെ പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അഖിൽമാരൊക്കെ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു, വേടന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് മുതലെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വേടൻ പറയുന്നൊന്നുമില്ല. ഇതൊക്കെ ഈ പറയുന്ന ജാതിവാദികൾ തന്നെയാണ് ഇത് രണ്ടും പറയും. സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അഭിനയിച്ച് കാലുവാരുന്നവരും സപ്പോർട്ട് കൊടുത്ത് കാലുവാരുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. അതൊന്നും വേടൻ ഉത്തരവാദില്ല. വേടൻ അയാളുടെ പാട്ട് കൊണ്ടും എഴുതുന്ന വരികളിനകത്തും അയാളെ കുറിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ പൊതുവെ നമ്മൾ ഈ കലാകാരന്മാർക്ക് ഇപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കും, കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള അവനവന്റെ രാഷ്ട്രീയം പറയുന്ന സമയത്ത് കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയമാണെന്നല്ല, അത് കക്ഷി രാഷ്ട്രീയമാണ്. ശരിക്കും ഒരു അതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് വേടൻ എഴുതിയിരിക്കുന്ന വരികളിലാണ്. അത്തരത്തില് അതല്ലാതെ ഒരു കക്ഷി രാഷ്ട്രീയത്തിലോട്ട് കക്ഷി രാഷ്ട്രീയത്തിനുള്ള ആൾക്കാരാണ് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ജാതിവാദികളുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. ശരിക്കും മൈത്രേയൻ തോന്നുന്നു ഒരു കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് നിഷ്പക്ഷത സ്വീകരിക്കേണ്ടതുണ്ടോ? ഒരു നിഷ്പക്ഷതയൊന്നുമല്ല, പക്ഷമുള്ള ഒരാള്. ലോകത്ത് നിഷ്പക്ഷത എന്ന് പറയുന്നത് കള്ളന്മാരുടെ ലക്ഷണമാണ്, ജഡ്ജിയുടെ അഭിനയമാണ്. ജഡ്ജി അവസാനം കോടതിയിൽ കേസ് വിധിക്കുമ്പം നിഷ്പക്ഷതയൊന്നും അവിടെ ഇല്ലല്ലോ, ഒരു പക്ഷത്തെ അല്ല. അപ്പൊ അത്രേ ഉള്ളൂ. കുറെ നാളത്തെ അഭിനയം മാത്രമാണ് ഈ നിഷ്പക്ഷത. ഈ ഇപ്പൊ ഒരു കുറെ വർഷം നല്ല കള്ളനാണ് കുറെ നീണ്ട കാലത്ത് നിഷ്പക്ഷനാണെന്ന് അഭിനയിക്കാൻ പറ്റും. ഈ കുറേ വർഷം അവൻ്റെ കലയുടെ ഏതൊരു വിധേയനാണെങ്കിലും, ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംഗീതമായിക്കോട്ടെ മറ്റെന്ത് രീതിയിലായിക്കോട്ടെ, ഒരുപാട് വർഷത്തോളം ഒരു കലയെ അല്ലെങ്കിൽ ആ കലാസ്നേഹികളെ ആസ്വദിക്കുന്നവരെ ഇഷ്ടപ്പെടുത്തി കളഞ്ഞ് പെട്ടെന്നൊരു ദിവസം അവൻ്റെ രാഷ്ട്രീയവും അവനവൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും താല്പര്യങ്ങളും പറയുമ്പോൾ അങ്ങേറ്റ വെറുപ്പ് തോന്നുന്നൊരു വിഭാഗം മാറുന്നുണ്ടെങ്കിൽ ശരിക്കും നിഷ്പക്ഷത ഇല്ലാതെ ഒരു കലാകാരനെ തുടർന്ന് ജീവിക്കാൻ ഈ നാട്ടിൽ പറ്റില്ല. കലാകാരൻ എന്ന് പറയുന്നത് നിഷ്പക്ഷനാണെന്നൊക്കെ പറയുന്നത് ആദ്യകാലത്ത് ഇതുപോലുള്ള ഈ ജാതിവാദികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണതല്ല. നിഷ്പക്ഷമായ എന്തോ ഇവിടെ ഉണ്ട്, കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. മനുഷ്യരുടെ അകത്തുള്ള എല്ലാ വിവേചനങ്ങളും ഉള്ള കലകളെ ലോകത്തുള്ളൂ. അത് രാമായണം എഴുതിയാലും മഹാഭാരതം എഴുതിയാലും രണ്ടാം മൂഴം എഴുതിയാലും എല്ലാം ജാതിവാദികൾ എഴുതുന്ന തരത്തിലെല്ലാ ഈ തരത്തിലുള്ള സകല പക്ഷങ്ങളും ഉള്ളതായിരിക്കും. അതല്ല, അല്ലാതെ ഒരു സാധനമില്ല. അതേ സമയത്ത് അതിനകത്തൂടെ
പരസ്പരം തമ്മിൽ വെറുക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന യുക്തികളുണ്ട്. ഈ പക്ഷങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ, നമ്മൾ ഓരോ പക്ഷങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ പരസ്പരം വെറുക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന വശങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പലപ്പോഴും ഈ നിഷ്പക്ഷം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ പറയുന്നത്. തമ്മിൽ വെറുക്കാതിരിക്കാനായിട്ട്, ന്യായം ഇതൊക്കെ പറയുമ്പോൾ വെറുപ്പ് ഉണ്ടാകാതിരിക്കാനായിട്ട്. പക്ഷേ വിവേചനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത്, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണ് വിവേചനം ഉണ്ടായെന്നുള്ള നിലവാരത്തിൽ. അത് സംവരണം കൊണ്ടാണ് ജാതി ഉണ്ടായെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ മാത്രമേ വേടനെ എതിർക്കാനൊക്കത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 5-6 വർഷമായിട്ട് സജീവമായിട്ട് ഇത്തരം ചർച്ചകളിലും സംവാദവേദികളിലും മൈത്രേനുണ്ട്. ഇതിന് മുമ്പായിട്ട് സാറ്റലൈറ്റ് യൂത്തിൽ നിന്ന് മാറി നവമാധ്യമങ്ങളുടെ അത്രത്തോളം അല്ലെ ഒരു പ്രശസ്തിയും അല്ലെങ്കിൽ സാധ്യതകളും ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരം ചർച്ചകളിൽ, ഇത്തരം വേദികളിൽ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നതിന് നവമാധ്യമങ്ങൾ വഹിക്കുന്ന ഒരു പങ്ക് എങ്ങനെയാണ് നോക്കി കാണുന്നത് ശരിക്കും? നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് പുതിയതായിട്ടുണ്ടായതല്ലേ. അതെ, പുതിയതായിട്ടുണ്ടായിരിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, സംസാരിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ എഡിറ്ററുടെ കത്രിക വീഴാത്ത ഒന്നും തന്നെ ഇല്ല ടെലിവിഷൻ വരെ. അങ്ങനെ അല്ലാതെ സ്വന്തം വാളുണ്ടായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഭിത്തി, ഒരു ചുമരിൽ രാത്രിയിൽ എഴുതുന്നതിന് പകരം പകൽ എഴുതാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ എന്തും എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഒരു ദുരിതമുള്ളത്. സ്വയം നിയന്ത്രണമില്ലാത്ത മനുഷ്യരുടെ, അല്ലെന്നുണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനാധിപത്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ ആൾക്കാരും അവരവരുടെ ചുവരുണ്ടാകുക എന്ന് പറയുന്നത്. അതുണ്ടായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഇരകളായുള്ളവരുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് രണ്ട് പക്ഷത്തിലേക്ക് അതിനെ ഈ പറഞ്ഞ കത്രിക വെച്ച് അതിനെ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത രീതിയിലേക്ക് പല കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സമയവും സെൻസേഷണൽ ആവുന്നതോ അല്ലെങ്കിൽ വൈറലാവുന്നതോ രണ്ട് രീതിക്കാവും. പ്രസിദ്ധിയാവും, ഈ പറഞ്ഞ രീതിയിൽ കുപ്രസിദ്ധി എന്നുള്ള പറയുന്ന സോക്കോൾഡ് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞിട്ട് അവൻ അല്ലെങ്കിൽ വധു മരിച്ചിട്ട് വരനാണെങ്കിൽ, പുരുഷനാണെങ്കിൽ അവൻ എന്ത് തരം ജോലി ചെയ്യുന്നതിനെ ഭയങ്കരമായിട്ട് വിമർശനത്തിന് അടിമയാവുന്നത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ നേരെ തിരിച്ച് ഇപ്പോൾ രേണുസുധിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആക്ഷേപിച്ച അല്ലെങ്കിൽ പരിഹസിച്ചൊരു കാര്യം കൂടിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകളും കാര്യങ്ങളും. അപ്പോൾ അവനവൻ്റെ ഉപജീവന മാർഗം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന കലയോടുള്ള താല്പര്യവും കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ശരിക്കും ഇത്തരം രേണുസുധി വിഷയത്തിൽ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിക്കും മൈത്രേനെ? ഇല്ല, വായിച്ചിട്ട് പോലും ഇല്ല. ആരാന്ന് പോലും പറഞ്ഞു. ഞാനതൊക്കെ അങ്ങനെ നോക്കാറേ ഇല്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് എന്തോ ദൈവം പോലെ ഇരിക്കുന്ന എന്തോ ആണെന്നാണ്. അതിനകത്ത് വിഭാഗങ്ങളായ ജനങ്ങളാണ് ഉള്ളത്. അല്ല സോഷ്യൽ മീഡിയ പറയത്തൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നതാണ്. പ്രകൃതി ചെയ്തു എന്നൊക്കെ പറയത്തില്ല, ഇതുപോലെ പറയുന്ന ഒരു വരിക. വളരെ വിഭാഗങ്ങളായിട്ട് തന്നെ തരംതിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനകത്ത് രണ്ട് തരത്തിലുള്ള വിഭാഗങ്ങളും അവിടെ ഉണ്ട്. വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അല്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്തു, സോഷ്യൽ മീഡിയ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ കാര്യത്തിനകത്തും ആര് എവിടെ എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് വരും. അതൊന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഈ വേടനെ എതിർക്കുന്നവരായാലും, ഈ മറ്റേ ആ പെൺകുട്ടിയുടെ പേര് ആ ഇഷ്യൂ അറിഞ്ഞൂടാ, ആ ഇരിക്കുന്നവരുടെ കാര്യമായാലും ശരി, അതിനകത്ത് വിഭാഗങ്ങൾ ആരാണ് ഇത് ചെയ്യുന്നത്, ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ വളരെ കൃത്യമായിട്ട് 2014 തൊട്ട് ഇന്ത്യയിൽ ഈ സോഷ്യൽ മീഡിയ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചതാണ് RSS. അങ്ങനെയാണ് മോദിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അതുപോലെ രൂപപ്പെടുത്തിയിട്ടുള്ള വളരെ കൃത്യമായ ഇൻ്റർവെൻഷൻസ് നടത്തുന്ന പോലെ ഈ പറയുന്ന, ഞാൻ നേരത്തെ ആദ്യമേ ഇത് പറഞ്ഞാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. 2014 ശേഷം ചെയ്യാനേ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടെ വന്ന് ഞാൻ പറയുന്നതിന് മറുപടി എനിക്ക് പറയുന്നതിന് പകരം എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നവരെ ആക്ഷേപിക്കും. അപ്പോൾ അവരതിലെ കടിക്കും. അപ്പോൾ അവർ കടിച്ച് അവസാനം നിർത്തിയിട്ട് പോകും. ഡിസ്കഷൻ നടത്താതിരിക്കണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെട്ടിക്കളി കൂട്ടം പോലെ ഒന്നിച്ച് ആക്രമിക്കുക. അത് ഞാൻ ഒരാൾ വന്നിട്ട് നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ മറുപടി പറയുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റത്തില്ലെങ്കിൽ 4 പേരെ ടാഗ് ചെയ്യും. ആ 4 പേര് 5 മിനിറ്റിനകത്ത് അവിടെ വന്ന് ഇതിന് മറുപടി പറയാൻ തുടങ്ങും. ആ 4 പേരെയും നമ്മൾ ടാഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആളുകളെ അവർ ടാഗ് ചെയ്യും. എന്നിട്ട് അപ്പം നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് വരുമ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ ആളിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർ ഇത് മനസ്സിലാക്കാതെ അതിനകത്ത് അതിന് മറുപടി പറയാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ അവരവിടുന്ന് പിണങ്ങി അങ്ങ് പോകും. ആ പിണങ്ങി പോകുന്ന ഇടം വരെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യും. ആദ്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ഇത് എന്തായി സംഭവിക്കുന്നത്.
അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഡിസ്കഷൻ നടക്കരുത് എന്ന് പറയുന്ന സാധനം ഉന്നമുണ്ട്. അതാണ് ഞാൻ ഇയാളോട് മുമ്പേ ഉന്നം എന്താണെന്ന് ഞാൻ ഈ ചോദിക്കുന്ന മുഴുവൻ. എന്താ ഉന്നം? ആ ഉന്നം അറിയാവുന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ല. അപ്പോൾ നമുക്കറിയാം ഇത് മുമ്പോട്ട് പോകാനായിട്ട് വേണ്ടിയല്ല, വേറെ കാര്യത്തിന് വേണ്ടിയായി ഡിസ്കഷൻസ് എല്ലാം നടത്തുന്നതെന്ന് അറിയുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇപ്പം നമ്മൾ ഈ നടത്തുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ വളരെ വലിയ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അത് നമ്മുടെ ഒരു അൺഫോർച്ചുനേറ്റ് ആയ ഒരു ഏരിയയാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വാളുണ്ടായിട്ടും അവർക്ക് എഴുതാനും പറയാനും പറ്റാതെ, ഇയാൾ നേരത്തെ പറഞ്ഞ് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് വിഷമമുണ്ടായ മനുഷ്യരും അത് കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തവരും ഒക്കെ ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ പണ്ട് വാളിലെല്ലാം ചുവരിൽ എഴുതി വയ്ക്കുമായിരുന്നു, പരസ്യമായിട്ട് എഴുതി വയ്ക്കുമായിരുന്നു, കൽകലിരുന്നിട്ട് കമൻ്റ് അടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ആൾക്കാർ അന്ന് ചെയ്തിരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് ചെയ്യാൻ പറ്റും. ആ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് സത്യത്തിൽ ഇൻ്റലിജൻ്റ് ആയ ഒരു ഡിസ്കഷൻ നടക്കാൻ പറ്റാതെ. ശരിക്കും മുമ്പാണെങ്കിൽ പോലും ഈ സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ ഇത്ര കോമഡി സ്കിറ്റുകളിലാണെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പരിഹാസ രൂപേണ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിലേക്ക് തന്നെ അത് അവതരിപ്പിക്കാറുണ്ട്. ഇതിന് പിൽക്കാലത്ത് ഈ ബോഡി ഷെയിമിങ് അനുവദനീയമല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലേക്ക് രണ്ട് പക്ഷം ഇതിൽ വന്നിട്ടുണ്ട്. എങ്ങനെ ശരിക്കും ഈ നോക്കി കാണുന്നത് ഇത് ഇത് അല്ല, എന്ത് നോക്കി കാണാനാണ്? ആൾക്കാർ പണ്ടേ ചെയ്യുന്നതാണ്. വീടുകളിനകത്ത് രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പരസ്യമായി പറയാൻ പറ്റും. അതിനകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ പറ്റും, ഗ്രൂപ്പ് രൂപപ്പെടുത്താൻ പറ്റും, ആരാണെന്നറിയാതെ സംസാരിക്കാൻ പറ്റും, എന്തും പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ ഇരുന്ന് ഇയാളടുത്ത് വഴക്കിടുന്നതും വെള്ളം വെക്കുന്നതും ആയാലും അത് ഓൺ ചെയ്ത് നിൽക്കുന്നിടത്തല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാനൊരു ക്യാമറയുടെ മുന്നിലാണല്ലോ ഉണ്ട്. അങ്ങനെ അല്ലാതെ ഒളിച്ചിരിക്കാൻ പറ്റുന്നവന്മാർ മുഴുവനും കൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അത് കാരണം കൊണ്ട് ഒരാളെ ചിലപ്പോൾ അവിടെ കാണത്തുള്ളൂ, അയാൾക്ക് 10 ഐഡിയ ഉണ്ടാവും. മുഖമില്ലാതെ 10 ഐഡിയ ഉള്ള ആളെന്താ ചെയ്യുന്നതെന്നറിയാം? വളരെ നല്ല ഒരു വരി അയാൾ എഴുതി ആദ്യം ഇടും, അതിന് വിമർശനം എഴുതുന്ന അയാൾ തന്നെയാണ്, അതിന് മറുപടി എഴുതുന്ന അയാൾ തന്നെയാണ്. അവിടെ 6 പേര് വന്ന് ചർച്ച നടത്തുകയാണെന്ന് നമുക്ക് തോന്നും. ഒറ്റ ഒരുത്തൻ തന്നെയാണ് എഴുതുന്നതല്ല. കാരണം അയാളുടെ ഇതിൻ്റെ കീഴിൽ എല്ലാവരും വന്നിരിക്കണമെന്ന് അയാൾക്കറിയാം. അതാണ് അതിൻ്റെ ഉന്നം. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ 4-5 പേര് ഭയങ്കര ചർച്ച നടത്തുകയാണെന്ന് വിചാരിക്കും. അതുപോലും ഇല്ല, ഒരൊറ്റ ഒരുത്തൻ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കപടമായ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആ തരത്തിൽ അതൊരു നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സ്ഥലം, നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നൊരു സ്ഥലമുണ്ട്. സൈബർ പോലീസൊക്കെ വരേണ്ടി വരുന്ന സ്ഥലം ഉണ്ടായത് അങ്ങനെയാണ്. മറ്റേതങ്ങനെയല്ലായിരുന്നു. ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിരിക്കുന്ന ആളിനെ മറ്റൊരു രാജ്യത്തിരിക്കുന്ന സാധാരണക്കാർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയത്. അത് മുഴുവൻ പോയി. ഇപ്പോൾ അവർ ഫ്രണ്ട്സ് മാത്രം തമ്മിൽ ചേർന്നാൽ മതി. ഞാൻ സോഷ്യൽ മീഡിയ ചേരുന്ന സമയത്ത് ഫ്രണ്ട്സ് തമ്മിൽ ചേർന്നാൽ മതി എന്നുള്ളൊരു പൊസിഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അല്ലാത്തവരെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അവർ വളരെയധികം മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു അന്യരാജ്യത്തുള്ള ഒരാളുമായിട്ട് മിണ്ടാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കും. അതെല്ലാം അവർ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കലാപക്കൂട്ടങ്ങൾ അതിൻ്റെ വേദികളായിട്ട് അതെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ അതിന് ചുവട്ടിൽ എഴുതുന്നത് എന്താണ് ഞാൻ നോക്കത്തേ, പോസ്റ്റ് മാത്രമേ ഇടൂ. ഈ കമന്റ് ബോക്സിലെ ഞാൻ അത് വായിക്കാൻ ബാധ്യത വന്നു പോകുന്നത് എൻ്റെ അഭ്യുതകാംക്ഷികളായ ആൾക്കാർ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. അപ്പോൾ മാത്രമാണ് ഞാൻ അറിയാതെ വായിച്ചു പോകുന്നത്, അല്ലെങ്കിൽ വായിക്കത്തില്ല. കാരണം അതെൻ്റെ ഒരു ഡിസിപ്ലിൻ കൊണ്ടാണ്. കുറച്ച് വായിച്ചു പോകുന്നത് ഇങ്ങനെയാണ്. വരുന്ന മെസ്സേജുകളിലൂടെ ആളുകൾ അതിനകത്ത് നിങ്ങൾ ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. അപ്പോൾ നമ്മൾ വായിച്ചു പോകും. വായിക്കുമ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അറിയുന്നുണ്ടാത്ത. കാരണം അങ്ങനെ അറിയേണ്ട കാര്യമേ ഇല്ലാത്തതാണ് അത്. അല്ലാതെ അവരുടെ വിമർശനങ്ങളിനകത്ത് എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല. അങ്ങനത്തെ അറിവോ കാര്യങ്ങളോ ഉള്ളവരല്ല വിമർശിക്കുന്നത്. അവർ അത് വിമർശിക്കുന്ന വഴി മിടുക്കരാകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇല്ല, അതുകൊണ്ടാണ് അത് വായിക്കാത്തത്. ശരിക്കും ഈ ഹാസ്യത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് കോട്ടൺ നസീർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കോട്ടൺ നസീർ ആർട്ടിസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കോമഡികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫലിതം പറയുന്നതിൽ ഞാൻ ബോധപൂർവമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ കുറച്ച് പേടിക്കാറുണ്ട് എന്നുള്ളത്. കാരണം എത്രത്തോളം വാക്കുകൾ ഉപയോഗിക്കും ഇത് ബോഡി ഷെയിമിൻ്റെ പേരിൽ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന പേടിയുണ്ട് എന്നുള്ളത്. അല്ല, അത് വേണ്ട വശം അതിനുണ്ട്. നമ്മൾ അറിയാതെ പറഞ്ഞിട്ട് ഞാനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു 10 വാക്കെങ്കിലും എനിക്കറിയാം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കറിയാം ഇത് പറഞ്ഞുകൂടാത്ത വാക്കാണ്. അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ വാക്കുകൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വേറെ ഉണ്ട്. പകരം ഒരു നല്ല വാക്കൊന്നുമില്ല. ആളുകൾ തെറിയെ പറ്റി പറയുമ്പോൾ പോലും ഉണ്ട്, നല്ല തെറിയില്ലായ്മയുണ്ട്. നമ്മൾ ഈ ലൈംഗികമായ കാര്യമാണ് തെറിയായി പോയത്, അല്ലാതെ ഒന്നുമില്ല.
ഒരാളെ ആക്ഷേപിക്കേണ്ട ആവശ്യം ഉണ്ടാകും, പക്ഷെ ആക്ഷേപിക്കാൻ കൊള്ളാവുന്ന സംസ്കാരപരമായ ഒരു വാക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന ലൈംഗിക കാര്യങ്ങൾ, അച്ഛനില്ലായ്മ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ അച്ഛനോട് നമുക്ക് അങ്ങനത്തെ യാതൊരു ആ ലെവലിലുള്ള വാല്യൂ ഒന്നും ഇല്ല. തന്തയ്ക്ക് പറക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. കാരണം തന്തയ്ക്ക് പറക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാകത്ത് പോലും ഇല്ലല്ലോ. അപ്പൊ ലീഗലായി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ തന്തയില്ലാതെ ഒരുത്തനുണ്ടാകത്തില്ലല്ലോ. അപ്പൊ ടെക്നിക്കലി തന്നെ തെറ്റല്ലേ ആ തെറി. അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ സംസാരിക്കുന്ന കാരണം കൊണ്ട് അവിടോട്ട് നോക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിന് നോക്കാതിരിക്കുമ്പോൾ ഞാൻ ടെലിവിഷൻ ന്യൂസുകൾ കേൾക്കുന്നുണ്ടാകത്തെ, അപ്പോഴും ഞാൻ കുറച്ച് കാണും. കാരണം ആരെങ്കിലുമൊക്കെ ഇത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടും. അത്രേ ആവശ്യമേ സത്യത്തിലുള്ളൂ. ഞാൻ പിന്നെ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നു എന്നുള്ളതല്ലാതെ പൊതുപ്രവർത്തകനെ ഞാൻ പൊതുപ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് പൊതുപ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അറിയുന്ന ആൾ ഞാനാണ്. പക്ഷെ ആൾക്കാരുടെ പറയുന്നതിന് ഇതും പൊതുപ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അത് അല്ലെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം ആൾക്കാർ കേൾക്കുന്നുണ്ട് മാത്രം. അത് അല്ല, പ്രശ്നങ്ങളുള്ളിടത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുന്നതിനാണ് പൊതുപ്രവർത്തനം. ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുമ്പം ആ ഉണ്ടെന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചേരണം. രായ്ക്ക് രാമായണം എത്തിച്ചേരണം, അപ്പോഴേ അവർ പൊതുപ്രവർത്തകനാകും. അങ്ങനെയുള്ള ആളുകൾ അവിടെ ചെന്ന് വെറുതെ അഭിപ്രായങ്ങൾ പറയുകയല്ല, ഇൻ്റർവെൻഷൻസ് ചെയ്യേണ്ടി വരും. എന്താണ് വ്യക്തിപരമായി ചെയ്യാൻ പറ്റുന്നത്, എന്താണ് കൂട്ടായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളിനെ പൊതുപ്രവർത്തകനായിട്ട് മനസ്സിലാക്കാവും, അല്ലാത്തവരെ അറിയുക. അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞാൽ സാഹിത്യം എഴുതുന്നവരല്ല സാംസ്കാരിക നായകന്മാർ. ഒരു നീതിബോധത്തിനെ പറ്റി സംസാരിക്കുന്നവരാണ്. ലോകത്തിനകത്ത് ഏത് തരത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എത്തിക്സ് ഒക്കെ രൂപപ്പെടുന്നതെന്ന് പറയുന്ന കാര്യത്തിനകത്ത് നിലപാടെടുത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരെയാണ് സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു മീനിങ്ങും ഇല്ലാതെ ഈ വാക്കുകളെല്ലാം എടുത്ത് ഉപയോഗിക്കും. ഒരു കവിത എഴുതിയ ആൾ സാംസ്കാരിക നായകനാകും, ഒരു സിനിമയിൽ അഭിനയിച്ചവൻ സാംസ്കാരിക നായകനാകും. അറിയപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സാംസ്കാരിക നായകനാകും. അറിയപ്പെടുന്നത് സിനിമയിൽ അഭിനയിച്ചാൽ പെട്ടെന്ന് അറിയപ്പെടും, പോസ്റ്റ് അടിച്ച് എല്ലായിടും വെച്ചു പോകും. അത് അവരുടെ എന്തെങ്കിലും ഒരു കഴിവുകൊണ്ടല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളൊരു ഒറ്റ സാധനമേ ഉള്ളൂ. അതുവഴി അറിയപ്പെടുന്ന കാരണം കൊണ്ട് അറിവുള്ളവരായി മാറുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഇത്തരത്തിലെ ഈ പൊതു അഭിപ്രായങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൻ്റെ സംവാദവേദികൾ സജീവമായിട്ട് നിൽക്കുമ്പോഴും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സമീപിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ഭാഗമാവാൻ, പാർട്ടിയുടെ ഭാഗമാവാൻ, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അത് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ആളാണ്. ഈ സ്ഥാനാർത്ഥിയാവാനുള്ള ഞാൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. എനിക്ക് എന്തോ പുതിയ കാര്യം ഇത്. ഇയാളുടെ വിചാരം ഞാനിങ്ങനെയും ഇവിടുത്തെയും മണ്ടൻ സാംസ്കാരിക നായകന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇയാൾ അതങ്ങനെ ആ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ അല്ല. ഞാൻ കേരളത്തിനകത്ത് അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതിനാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിഷ്പക്ഷനായിട്ട് സ്വതന്ത്രനായ നിലയ വിദ്വാന്മാരല്ല, സ്വതന്ത്രമായിട്ട് നിന്നിരുന്ന ആളല്ല. ഞാൻ രാഷ്ട്രീയമുള്ള ആളാണ്, ഇന്നും രാഷ്ട്രീയക്കാരനാണ്. അത് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അത് ഇന്ത്യയിൽ ജനാധിപത്യമായതുകൊണ്ട് പൗരബോധമുള്ള ആൾ രാഷ്ട്രീയക്കാരനാണെന്ന് അറിയുന്ന അറിവ് കൊണ്ട് പറയുന്ന രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയമല്ല. ഇന്ന് കക്ഷി രാഷ്ട്രീയമല്ല, അല്ലാതെ രാഷ്ട്രീയ പാർട്ടി എന്നെ സമീപിക്കാനൊന്നും അവർക്ക് കുളിരും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പനിയും കുളിരും വരും എന്നെ അങ്ങനെ സമീപിക്കാനായിട്ട്. അവർക്ക് ആലോചിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അത് ആ പേടിയൊന്നും ഇയാൾ വേണ്ട, അതൊന്നും ഇല്ല. ഞാൻ തീരുമാനിക്കേണ്ടി വരും. എനിക്ക് ഈ നിലനിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാനും പറ്റും. അതൊന്നും ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ട്. പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ആളാണ്. പിന്നെ ഇനി എന്നെ എങ്ങനെയാണ് ആൾക്കാർ പിടിക്കാൻ വരുന്നത്? പിടിക്കാനൊന്നും വരാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടല്ല, എനിക്ക് മനസ്സിലായ കാര്യം പറയുന്ന ഒരു ആൾ മാത്രം. മനസ്സിലായ കാര്യമാണ് ഈ പറയുന്നത്, ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് പറയുന്നത് വിശദീകരിക്കാനാണ് ഞാൻ ഈ നിങ്ങളെ പോലുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടെലിവിഷനകത്തൊക്കെ പോയിരുന്ന് ബഹളം വയ്ക്കാത്തത്? എന്താ ഈ അന്തിച്ചർച്ചയ്ക്ക് പറ്റത്തില്ലേ? അവരൊക്കെ വിളിക്കാം, പോകത്തില്ല. അവിടെ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവരെയും പറഞ്ഞ് തോൽപ്പിക്കണമെന്ന വിചാരമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവിടെ പോകാത്തത്, അല്ല തോൽപ്പിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. ഈ സമകാലിക വിഷയങ്ങളിൽ നിന്നുള്ള ചർച്ചകളിൽ എനിക്ക് യാതൊരു താല്പര്യം വിളിക്കാറുണ്ട്. എനിക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത കാര്യങ്ങൾ. അല്ലാതെ എനിക്ക് ഇവിടുത്തെ എന്താണ് വലതുപക്ഷമോ ഇടതുപക്ഷമോ എനിക്കില്ല. ഇത്ര ചർച്ചകൾ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മനുഷ്യർക്ക് ലോകത്ത്
പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരു ലോകം ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രാഷ്ട്രീയമാണ്. അതിനു വേണ്ടി സംസാരിക്കുകയും പറയുകയും ചെയ്യുക. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നതായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ അതേ സമയത്ത് ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന സമയം വരെ കൃത്യമായിട്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക എല്ലാം ചെയ്യും. ഇന്നിപ്പം ഞാൻ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ചിലപ്പോൾ വേറെ രാജ്യത്തൊക്കെ ആയി പോകാറുണ്ട്. കഴിഞ്ഞ തവണത്തെ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വേറെ രാജ്യത്തായിരുന്നു. അതുപോലെയുള്ള കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ നിൽക്കുന്ന കാൻഡിഡേറ്റിൽ ജനാധിപത്യപരമായിട്ട് എന്തെങ്കിലും മിണ്ടുന്ന ഒരാളാണോ ആ ആളെന്ന് വ്യക്തിക്ക് മാത്രം ഇപ്പോൾ വോട്ട് കൊടുക്കുന്നത്, പാർട്ടിക്കല്ല. ആ വ്യക്തി എന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്ന ആളാണെന്ന് നോക്കും, ഉണ്ടെങ്കിൽ ചെയ്യും. വോട്ട് ചെയ്യേണ്ടത് ഒരു ഇതാണ്, ഉത്തരവാദിത്വം കടമയായതുകൊണ്ട്. പക്ഷേ ആ നിൽക്കുന്ന കാൻഡിഡേറ്റ് തമ്മിപ്പേദം തമ്മൻ, അത്രയേ അർത്ഥം.